എല്ലാവർക്കും നമസ്കാരം. ഞാൻ താമര പാലക്കാട് മണിത്താമര എന്ന നമ്മുടെ ഏട്ടൻ്റെ വേർപാടിനെ കുറിച്ച് എഴുതിയൊരു പാട്ട്. അതിപ്പോൾ ഈ മാസം ഇറങ്ങാൻ പോവുകയാണ്. അത് വളരെ മനോഹരമായിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ നമ്മുടെ കൂട്ടായ്മ ഉള്ള ആൾക്കാരെല്ലാവരും പറഞ്ഞത്. ലോക മലയാളികൾക്ക് വേണ്ടി ഏട്ടനെ ഓർമ്മിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഞാനും എൻ്റെ ഭാര്യയും കൂടി ചേർന്ന് എഴുതിയ ആ വരികൾ ഇത് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി, ആ ആൽബം എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. എല്ലാവരും കാണണം. ഇതിൻ്റെ ഡയറക്ടർ എന്ന ഋഷി ചിറ്റൂരാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ്. അത് ഭയങ്കരമായിട്ട് അത് ആളിച്ച് വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. മനസ്സിലുള്ള പ്ലാന് എന്താണെന്ന് എനിക്കറിയില്ല, എന്നെക്കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചു. എന്നെ ഒരു മുഴുനീള ഒരു ആൽബത്തെ അഭിനയിപ്പിച്ചത് ഋഷികേശാണ്. അതിൽ യാതൊരു സംശയമില്ല. എന്തെങ്കിലും ഉണ്ട് എന്ന്, അഭിനയം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് ചെയ്തു എന്നല്ല, അയാളുടെ മനസ്സിൽ എന്തുണ്ടോ അത് ചെയ്യിപ്പിച്ചു, എന്നെക്കൊണ്ടാവുന്ന വിധം ചെയ്തു. പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ ചാറ് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ പറഞ്ഞു ഓരോ വർക്ക് ചെയ്യുന്നത് എന്താ പറയുക, ആദ്യമായിട്ടാണ് ഒരു ക്യാമറാമാനായിട്ട് നമ്മൾ ആദ്യത്തെ വർക്കാണിത്. അങ്ങനെ വേണം കാണണം. അങ്ങനെ വേണം താമര ഓരോ മൊമെൻറ്റ് ചെയ്യണതും നന്നായിരിക്കണം. എന്ത് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കണം പറഞ്ഞിട്ട് നന്നായി കഷ്ടപ്പെട്ട ആളാണ് ഇതിൻ്റെ ക്യാമറാമാൻ. എൻ്റെ ഏട്ടൻ വളരെ സെൽവരാജ് ഏട്ടൻ എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ ആളാണ്, ക്യാമറൻ്റെ മെയിൻ ആളാണ്. അപ്പോൾ ഞാൻ പാട്ടിനെ എങ്ങനെ സ്നേഹിക്കുന്നോ അതേപോലെ വർക്കിനെ സ്നേഹിക്കുന്ന ആൾ കിട്ടി. രണ്ടാമത് ഇതിൽ കാരുണ്യക്കൂട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ സന്തോഷേട്ടനുണ്ട്. സന്തോഷേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ്, ഇതിൽ വന്ന വണ്ടി കാറൊക്കെ ആളുടെയാണ്. അത്യാവശ്യം ഓടാൻ നമുക്ക് വേണ്ടി ഫുൾ 10 പൈസ വാങ്ങിയിട്ടില്ല. ആ ആൾ വന്നു, ഇതിനൊപ്പം നിന്നു. ഞാനും ഒരു പൊതുപ്രവർത്തകനാണ്, കാരുണ്യക്കൂട്ടം പറഞ്ഞാൽ സഹായിക്കുന്ന ഒരാളാണ്. ഞാനും വരാൻ പങ്കുചേരാം. അത് നമുക്കൊരു വലിയൊരു ബലമായി. രണ്ടാമതെന്ന് വെച്ചാൽ ഇതിൽ 2 വീട്ടിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഒരു അമ്പലം നിന്ന് ഷൂട്ട് ചെയ്യാം. നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് വരുന്നൊരു സംഭവം. അതിൽ അഭിനയിച്ചൊന്നുമല്ല, നാച്ചുറാലിറ്റിയാണ് എല്ലാം. ഏട്ടനെ വിചാരിച്ചാൽ തന്നെ വരും, പിന്നെ എന്തിനാണ് നമ്മൾ അഭിനയിക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു സംഭവത്തിൽ ആ തറവാട്ട് അമ്പലമാണ്. അവർ പറഞ്ഞു ഒന്നും വേണ്ട, എടുത്തോളാൻ. അതേപോലെ ഒരു ഫസ്റ്റ് ഒരു വീട് കാണിക്കുന്നുണ്ട്. അത് നെല്ലിയാമ്പതിൻ്റെ താഴ്വാരമാണ്, അവരുടെയാണ് വീട്. അവർ പറഞ്ഞു നമ്മുടെ അടുത്ത് ഒന്നും വേണ്ട, നിങ്ങൾ ധൈര്യമായി ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇത് എല്ലാവരുടെയും കൂടെ സഹായത്തോടെ കൂടെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ആവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഗിഫ്റ്റായിട്ട് കൂട്ടി എല്ലാവരും കാണണം. എനിക്കിനി ഒന്നും പറയാനില്ല. ഈ മണിത്താമര എന്ന് പറഞ്ഞ ഈ ചെറിയൊരു ആൽബത്തിനെ വലുതാക്കി ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ഋഷികേശ് ചിറ്റൂർ, ഇയാളാണ് ഡയറക്ടർ. ഒരുപാട് മോഹമാണ് ഏട്ടനെ വെച്ച് തരണം, മണിച്ചേട്ടനെ വെച്ചൊരു ആൽബമൊക്കെ ചെയ്യണം എന്നൊരു ഒരുപാട് ഇതായിട്ടുള്ളതാണ്. ഞാനിങ്ങനെ വന്നപ്പോൾ അത് എന്നോടാണ് സാധിച്ചെന്നാണ് പറയുന്നത്. വളരെ സന്തോഷം. മണിച്ചേട്ടനെ പോലുള്ള ഒരാളല്ല ഞാൻ, അങ്ങനെ ഫിഗറോ ഡൂപ്പ് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ആത്മാവുള്ള കലാകാരനാണ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ സമീപിച്ചത്. വളരെ സന്തോഷം. അതേപോലെ അഭിനയിക്കാൻ ആദ്യം പോയപ്പോൾ എന്നെ ശരിക്കും പിഴിഞ്ഞ് കരയിപ്പിച്ച ആളാണ്. ഇതിന് അഭിനയമല്ല, അപ്പോൾ ആൾ പറഞ്ഞു അഭിനയിച്ചിട്ടില്ല താമരായിട്ട്, നാച്ചുറാലിറ്റിയാണെന്ന്. നന്നായിട്ട്, അതായത് ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ അറിയാം. ഒരു സാധാരണപ്പെട്ടവനെ എങ്ങനെ വെച്ചെടുക്കാം, അയാൾക്ക് എന്തെല്ലാം ടാലൻ്റ് ഉണ്ട്, എന്തെല്ലാം ഇയാളെ കൊണ്ട് കൂട്ടിയെ കൂടും എന്ന് വ്യക്തമായിട്ട് അറിയിച്ച് എൻ്റെ അടുത്ത് എൻ്റെ സെൽവരാജ് ചേട്ടനാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം ഈ ആൽബം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ചെന്താമരേട്ടന് കുറേ കാലമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ വീട് അന്വേഷിച്ച് ഇവിടെ വന്ന് പിടിച്ചു. മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഒരു പരിചയം വീണ്ടും പുതുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വന്നു, മണിച്ചേട്ടൻ്റെ മരണം ഒരുപാട് ദുഃഖമുണ്ട്. അപ്പോൾ ചെന്താമരേട്ടനോട് പറഞ്ഞു നമുക്കൊരു ആൽബം ചെയ്യണം മണിച്ചേട്ടൻ്റെ മരണമായിട്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മണിത്താമര എന്നുള്ള പേരിൽ ഓൾറെഡി ഒരു പാട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ സന്തോഷമായി. പിന്നെ സമയമൊന്നും വേണ്ടി വന്നില്ല, വേഗം റെക്കോർഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ വരികൾ വളരെ ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള വരികളാണ്. വേറെ എവിടെയല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവങ്ങളിലൂടെയുള്ള വരികളാണ്. അപ്പോൾ അത്രയും നമുക്ക് മനസ്സലിയിക്കുന്ന വരികളാണ്, നല്ല വരികളാണ്. എല്ലാവരും കേൾക്കണം. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് താമര പാലക്കാട് അദ്ദേഹമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ഡയറക്ടർ വിഷയം ഇതിൽ ഞാൻ വന്ന് പെട്ടതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിത്തമായിട്ട് തന്നെ കൂട്ടാം. മനുഷ്യരുടെ ഒരു അനുഗ്രഹം തന്നെ പറയാം. മനുഷ്യനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് മനസ്സിൽ കുറേ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്തതാണ്, കുറേ വർക്കുകൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അതൊന്നും നടക്കാതെ പോയി. അപ്പോൾ അതിന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം എന്നും മായാത്തൊരു എല്ലാവരും മനസ്സിൽ നിൽക്കുന്ന മണിച്ചേട്ടൻ്റെ ഓർമ്മയായിട്ട് നിൽക്കുന്ന ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ വരികളിൽ കൂടെ നമുക്ക് മണിച്ചേട്ടനെ എന്നും ഓർക്കാനായിട്ട് പറ്റും.
അതിലൊരു ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചു. അതിൽ ക്യാമറ വർക്ക് ചെയ്യാനായിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാനും കൂടെ എനിക്ക് ഭാഗ്യം തന്നു. നമ്മളെല്ലാവരും രണ്ട് കൈ നിന്നിട്ട് സ്വീകരിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം മണിച്ചേട്ടനെ നമ്മളങ്ങനെ സ്വീകരിച്ചോ അതുപോലെ തന്നെ താമര പാലക്കാട് എന്ന ഈ വ്യക്തിയെയും അവരുടെ കൂടെ ഒട്ടി നിൽക്കുന്ന ഇടതും വലുതായിട്ടിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരെയും ഒന്ന് സ്വീകരിക്കണം എന്ന് ചെറിയൊരു അപേക്ഷ അത്രമാത്രം. ഇതിൽ ഏറ്റവും വലിയൊരു രസം എടുത്ത് പറയേണ്ടത്, ഞാൻ ഇന്നലെ നേരത്തെ ഏട്ടൻ്റെ പാടിയിൽ എന്നുള്ള ആ പാട്ട് പാടുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കരഞ്ഞ ആൾക്കാരാണ് ഈ രണ്ടുപേരും. അത് ഞാനും കരഞ്ഞു, ഇവരും കരഞ്ഞു പോയി. ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ശരിക്കും കണ്ണിൽ കൂടെ ശരിക്കും വെള്ളം വന്നെന്നുള്ള. ഇത് എൻ്റെ വലിയ മകൻ സുധിൻ, ഇപ്പോൾ ജയിച്ച് 8ലേക്കാണ്. എനിക്ക് പഠിപ്പില്ലെങ്കിലും അവർക്ക് പഠിക്കാനൊരു ആഗ്രഹം. അതുപോലെ ഇത് സുബിൻ എൻ്റെ ചെറിയ മകനാണ്, അവൻ 6ലേക്കാണ്, ഇപ്പോൾ ജയിച്ചു. രണ്ടാളും ഒരേ സ്ഥലത്താണ് ഇപ്പോൾ കൊണ്ട് ചേർക്കാൻ പോണത്. ഈ ആൽബത്ത് ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ. മണിമാമൻ്റെ ആൽബം ഇറങ്ങും, മച്ചൻ പാടിയല്ലോ പറഞ്ഞിട്ട് ദിവസം ഇതിൻ്റെ ചർച്ചയാണ് ഇവിടെ. ഇവരെയും കൂടി പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്.